നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളുമായി പോയിരുന്ന സ്കൂൾ ബസ് പാടത്തേക്ക് ചെരിഞ്ഞു. വൻ അപകടം ഒഴിവായി. കൊടുങ്ങല്ലൂരിൽ നാട് കടത്തിയ യുവാവ് കഞ്ചാവുമായി പിടിയിൽ. മുണ്ടത്തിക്കോട് സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും മധ്യവയസ്കനെ കാണാതായി. കുടിവെള്ളമില്ല. കാലിക്കുടങ്ങളുമായി നാട്ടിക പഞ്ചായത്തിന് മുന്നിൽ മഹിളാ കോൺഗ്രസ് സമരം നടത്തി. വാർത്തകൾ വിശദമായി. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളുമായി പോയിരുന്ന സ്കൂൾ ബസ് പാടത്തേക്ക് ചെരിഞ്ഞു. വൻ അപകടം ഒഴിവായി. ചാവക്കാട് തിരുവത്ര കുമാർ AUP സ്കൂളിൽ വിദ്യാർത്ഥികളുമായി പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ അകലാട് മുന്നേരി തോഹാപ്പള്ളി റോഡിലായിരുന്നു സംഭവം. റോഡരികിലെ പാടത്തോട് ചേർന്ന് ബസിന്റെ ഇടതുവശം ചെരിയുകയായിരുന്നു. ഉടൻ തന്നെ വിദ്യാർത്ഥികളെ പുറത്തിറക്കി മറ്റൊരു വാഹനത്തിൽ കയറ്റി യാത്രയാക്കി. കൊടുങ്ങല്ലൂരിൽ നാട് കടത്തിയ യുവാവ് കഞ്ചാവുമായി പിടിയിൽ. എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ ജിനേഷ് എന്ന പ്രാണിനെയാണ് കയ്പമംഗലം പോലീസ് പിടികൂടിയത്. കാപ്പപ്രകാരം നാട് കടത്തി പ്രതി നിയമം ലംഘിച്ച് ചന്ദ്രാപിന്നി സെന്ററിൽ നിൽക്കുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 250 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. കയ്പമംഗലം CI ഷാജഹാൻ, SI സജീപാൽ, ASI ബിനേഷ് കുമാർ, ഗ്രേഡ് CPO റാഫി എന്നിവർ ചേർന്നാണ് തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ പ്രതിയെ പിടികൂടിയത്. മുണ്ടത്തിക്കോട് സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും മധ്യവയസ്കനെ കാണാതായി. ഒല്ലൂർ മരത്താക്കര പടപ്പറമ്പിൽ വീട്ടിൽ 69 വയസ്സുള്ള പ്രഭാകരൻ എന്ന ആൾ 2024 ജൂൺ 4 മുതൽ മുണ്ടത്തിക്കോട് സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും കാണാതായി. കാണാതാകുമ്പോൾ ഷർട്ടും പാന്റും ഷൂസുമാണ് വേഷം. എപ്പോഴും കണ്ണാട ധരിക്കാറുണ്ട്. തലയുടെ മുൻഭാഗം നെറ്റി കയറിയതും മെലിഞ്ഞ ശരീരവുമാണ്. ഇരുനിറം, 5 അടി 8 ഇഞ്ച് ഉയരം എന്നിവയാണ് അടയാളങ്ങൾ. ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് സബ് ഇൻസ്പെക്ടർ അറിയിച്ചു. കുടിവെള്ളമില്ല. കാലിക്കുടങ്ങളുമായി നാട്ടിക പഞ്ചായത്തിന് മുന്നിൽ മഹിളാ കോൺഗ്രസ് സമരം നടത്തി. തൃപ്പയാർ നാട്ടികയിലെ ജനങ്ങൾ ഒരു തരി വെള്ളം കുടിക്കണമെങ്കിൽ പോലും പണം കൊടുത്ത് കുടിവെള്ളമായി കുടിക്കേണ്ട അവസ്ഥയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് പറഞ്ഞു. 2 ആഴ്ചക്കാലമായി നാട്ടികയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ കാലിക്കുടവുമായി നാട്ടിക പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ്. കഴിഞ്ഞ UDF പഞ്ചായത്ത് ഭരണകാലത്ത് നാട്ടികയിലെ ജനങ്ങളുടെ ജീവിതം സ്വർഗതുല്യമായിരുന്നെന്നും ഇപ്പോൾ CPM ഭരണത്തിലുള്ള നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയിൽ നാട്ടികയിലെ ജനങ്ങൾ കഷ്ടത അനുഭവിക്കുകയും നരകതുല്യമായ ജീവിതാവസ്ഥയിലുമാണെന്ന് സോയ ജോസഫ് കൂട്ടിച്ചേർത്തു. എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്ന് സോയ ജോസഫ് പറഞ്ഞു. അല്ലാത്ത പക്ഷം നാട്ടികയിലെ ജനങ്ങളുമായി പഞ്ചായത്ത് ഭരണം സ്തംഭിപ്പിക്കും വിധമുള്ള സമരങ്ങളുമായി പഞ്ചായത്തിന്റെ മുന്നിൽ ഉണ്ടാകുമെന്നും സമരക്കാർ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P. വിനു മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, AN സിദ്ധപ്രസാദ്, TV ഷൈൻ, PK നന്ദനൻ, കമല ശ്രീകുമാർ, ജീജ ശിവൻ എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സന്ധ്യ ഷാജി സ്വാഗതവും പഞ്ചായത്ത് മെമ്പർ ശ്രീദേവി മാധവൻ നന്ദിയും പറഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വിട്ടുകൊടുക്കുക എന്നുള്ളത് ചില സമയങ്ങളിൽ സാധ്യമല്ല. എന്ത് ചെയ്യാം,
മനുഷ്യന്മാരായി പോയില്ലേ? 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അവസാനം അത് പറഞ്ഞല്ലേ പറ്റൂ. അല്ലെങ്കിൽ അതിനെ സ്നേഹമെന്ന് വിളിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും നിങ്ങൾക്കായി 20,000 4G ടവറുകൾ സ്ഥാപിക്കുന്നത്. ഇനി അകലെ നിന്നുകൊണ്ട് അടുത്തറിഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കാം. BSNL, കണക്റ്റിംഗ് ഇന്ത്യ. വാർത്താനേരം തുടരുന്നു. 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപണം. 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പുഴയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപണം. ഇത് സംബന്ധിച്ച് മാതാപിതാക്കൾ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. കാവിൽക്കടവ് പാറേക്കാട്ടിൽ ജാക്സൺ മകൻ 7ാം ക്ലാസ് വിദ്യാർത്ഥി ഷോൺ ജാക്സന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. ഇക്കഴിഞ്ഞ മെയ് 27 പുലർച്ചെയാണ് ഷോണിനെ കാണാതായത്. പിറ്റേന്ന് രാവിലെ കുട്ടിയെ കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തന്റെ മകൻ ആത്മഹത്യ ചെയ്യാൻ തക്കതായ കാരണങ്ങളില്ലെന്നും അഥവാ ആത്മഹത്യ ചെയ്യുകയായിരുന്നെങ്കിൽ അതിനു പിറകെ മറ്റാരുടെയോ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് ജാക്സൺ പറയുന്നത്. ഷോൺ എഴുതിയെന്നത് പറയുന്ന ആത്മഹത്യാക്കുറിപ്പിലെ കയ്യക്ഷരം മറ്റാരുടേതോ ആണെന്നും ഇക്കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഗൗരവത്തിലെടുത്തില്ലെന്നും ഷോണിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. 5ാം ക്ലാസ് മുതൽ കോട്ടയം രാജഗിരി സേവഗ്രാം പള്ളിക്കൂടത്തിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചു വന്നിരുന്ന ഷോൺ മെയ് 27 അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു. രാത്രി അച്ഛനോടൊപ്പം കിടന്നുറങ്ങിയ ഷോണിനെ പുലർച്ചെ കാണാതാകുകയായിരുന്നു. തുടർന്ന് കുടുംബാംഗങ്ങളും നാട്ടുകാരും തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. പിറ്റേ ദിവസം ഷോണിന്റെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. അന്വേഷണത്തിൽ പോലീസ് വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്ന് ജാക്സൺ ആരോപിക്കുന്നു. ഏക മകന്റെ മരണത്തിന് പിറകിലുള്ള ദുരൂഹത അകറ്റുവാൻ നിയമയുദ്ധത്തിനൊരുങ്ങുകയാണ് മാതാപിതാക്കൾ. പേര് പറഞ്ഞാൽ പതിഞ്ഞ് കിടക്കണം. എന്നിട്ട് പോലീസ് എന്നോട് ചോദിക്കുകയും ചെയ്ത് ആരാണെന്ന് ചോദിച്ചു. ഞാനൊക്കെ കാര്യങ്ങൾ പുള്ളിയോട് പറഞ്ഞു ഇന്ന ആളാണെന്ന് പറഞ്ഞു. പക്ഷെ അത് വെട്ടി തിരുത്തൽ കഴിഞ്ഞിട്ട് പിന്നെ അടിയിൽ ഇംഗ്ലീഷിൽ എഴുതിയേക്കണത് കയ്യക്ഷരം എനിക്ക് സംശയം തോന്നി. അപ്പം തന്നെ അവൻ എഴുതിയ പുസ്തകങ്ങൾ അവൻ പഠിച്ച ബാഗിൽ നിന്ന് പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ എഴുതിയേക്കണം ഇംഗ്ലീഷിലെ വാചകങ്ങളും ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസമുണ്ട്. ഞാൻ ഈ പുസ്തകവും കാര്യങ്ങളും തെളിവൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിലേക്ക് പുറത്തൊക്കെ അവർ പറഞ്ഞു അന്വേഷിക്കുന്നുണ്ട്. ഈ കയ്യക്ഷരം ഇവൻ്റെ അല്ല, ഈ പുസ്തകത്തിലുള്ളതും ഈ കത്തിലുള്ളതും തമ്മിൽ ഒരു മാച്ചിങ്ങും അല്ല എന്നുള്ളത് ഞാൻ തീർത്തും പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ പറഞ്ഞു കൊടുത്തിട്ട് അവർ ഓക്കെ പറഞ്ഞു. ഞാൻ അവർ പറഞ്ഞ വിശ്വസിച്ച് ഞാനിവിടെ കാത്തിരുന്നു. 18.5 കിലോ കഞ്ചാവുമായി കൊടുങ്ങല്ലൂർ സ്വദേശി ഉൾപ്പെടെ 2 യുവാക്കൾ പിടിയിൽ. കിഴക്കമ്പലം പള്ളിക്കര മനക്കടവിൽ 18.5 കിലോ കഞ്ചാവുമായി കൊടുങ്ങല്ലൂർ കരുമാത്ര കരുപ്പടന്ന ചീനിക്കാപ്പുറത്ത് വീട്ടിൽ ഫാദിൽ, പാലക്കാട് ശ്രീകൃഷ്ണപുരം ചന്തപ്പുര ലക്ഷം വീട്ടിൽ രതീഷ് എന്നിവരെ തടിയിട്ടപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. മനക്കളവ് പാലത്തിന് സമീപം കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയപ്പോഴാണ് ഫാദിലിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഫാദിലിനെ പിടികൂടിയതറിഞ്ഞ് ഒളിവിൽ പോയ രതീഷിനെ പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് നിന്നും പിടികൂടുകയായിരുന്നു. കളമശ്ശേരിയിലെ ലോഡ്ജിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. മനക്കടവ് ഭാഗത്ത് എത്തിക്കാനാണ് ഫാദിലിനോട് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം ബിനാനിപുരത്ത് അറസ്റ്റിലായ യുവതി ഉൾപ്പെടെയുള്ള 6 പേർ രതീഷിന്റെ സുഹൃത്തുക്കളാണ്. ഓൺലൈൻ ഭക്ഷ്യവിതരണത്തിന്റെ മറവിൽ കഞ്ചാവ് വിൽക്കുന്ന ഇവരിൽ നിന്ന് 6.5 കിലോഗ്രാം കഞ്ചാവാണ് അന്ന് കണ്ടെടുത്തത്. വയനാട്ടിലെ ദുരിതബാധിതർക്കായി സഖാവ് ട്രാവൽസിന്റെ കാരുണ്യ സർവീസ്. തൃപ്പയാർ കിഴ്പള്ളിക്കര കാർളം റൂട്ടിലോടുന്ന സഖാവ് ട്രാവൽസാണ് ചൊവ്വാഴ്ചയിലെ കളക്ഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുന്നത്. കരിപ്പാങ്കുളം സൈലോ സിജോ സഹോദരങ്ങളുടെ ഉടമസ്ഥതയിലാണ് ബസ്. ആദ്യ ഫണ്ട് സമ്മാനത്തിന്റെ ഭാഗമായി ലെമർ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി സൈലോയുടെ മകളുമായ ഇഷാൽ സൈലോ തന്റെ കാശുകുടുക്കയിലെ സമ്പാദ്യം മുഴുവൻ നൽകി മാതൃകയായി. രതി സുരേന്ദ്രൻ, ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് ഗിരീഷ്, ഷൈജു, പ്രദീപ്, രവി കളപ്പുരക്കൽ, പുഷ്പൻ, ബിപിൻ, എൻ ഗോപിനാഥൻ തുടങ്ങിയവരും ഫണ്ട് സമ്മാനത്തിന്റെ ഭാഗമായി. കൊടുങ്ങല്ലൂർ മേഖലയിൽ മോഷണം പെരുകുന്നു. കോട്ടപ്പുറം മേഖലയിൽ മോഷണം വ്യാപകമാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലുമായാണ് മോഷണം അരങ്ങേറിയത്. ഇക്കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൗസ് റോഡിൽ 2 വീടുകളിൽ മോഷണം നടന്നു. പരാരത്ത് പറമ്പിൽ സന്ദീപ്, കോണത്ത് മൈക്കിൾ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത്. സന്ദീപിന്റെ വീടിന്റെ അടുക്കള വാതിൽ പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളുമായി പോയിരുന്ന സ്കൂൾ ബസ് പാടത്തേക്ക് ചെരിഞ്ഞു. വൻ അപകട വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂരിൽ നാട് കടത്തിയ യുവാവ് കഞ്ചാവുമായി പിടിയിൽ.
മുണ്ടത്തിക്കോട് സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും മധ്യവയസ്കനെ കാണാതായി. കുടിവെള്ളമില്ല. കാലിക്കുടങ്ങളുമായി നാട്ടിക പഞ്ചായത്തിന് മുന്നിൽ മഹിളാ കോൺഗ്രസ് സമരം നടത്തി. ഇതോടെ വാർത്താനേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.